അടുത്ത ഞായറാഴ്ച 11 മണിക്കാണ് മാമോദീസയുടെ ചടങ്ങ്. നിങ്ങളെല്ലാവരും കുടുംബസമേതം വന്ന് പങ്കെടുക്കണം. വീട്ടിലേക്ക് വരണം. കണ്ടോടാ പോളച്ച, മതസൗഹാർദ്ദം പൂത്തുലയുന്നത് കണ്ടോ? മകൻ ക്രിസ്ത്യാനി ആകുന്നതിന് ക്ഷണിക്കാൻ ഒരച്ഛൻ നമ്പൂതിരി. ലോകത്ത് ഇവിടെ മാത്രമേ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. ജാതി മതം എന്നൊക്കെ പറഞ്ഞ് തമ്മി തല്ലുന്നവര് ഇതൊക്കെ കണ്ട് പഠിക്കണം, അല്ലേ? പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞാലുടൻ വാവയുടെ വിവാഹം കൂടി അങ്ങ് നടത്തിയാലോ എന്നൊരു ആലോചനയുണ്ട്. അയ്യോ, മാമോദീസ കഴിയുന്ന കുഞ്ഞിന് ഉടനെ ഒരു വിവാഹം വേണോ? കുറച്ചുകൂടി വളർന്നിട്ട് പോരെ? പിന്നെ അല്ലാതെ. അതെ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കുകയും പൊറുക്കുകയും ഒക്കെ വേണം. ഇനിയൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. അല്ല, അങ്ങനെ പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളൊന്നും രണ്ടു ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. മാത്രമല്ല, ഇവിടുത്തെ കുട്ടിക്കും വാവയ്ക്കും ഒന്നിച്ച് ജീവിച്ചാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. ഇക്കാര്യം ഇവിടെ ഒന്ന് ആലോചിക്കാൻ കൂടിയാ ഞങ്ങൾ വന്നത്. ചേട്ടായി, എന്തുകൊണ്ട് നമ്മുടെ ഗ്ലാഡീസിന് ഒരു നല്ല ആലോചന എനിക്ക് തോന്നുന്നത്? അവർക്ക് പുറത്തുനിന്ന് കേസ് എടുക്കാതെ തന്നെ ഭർത്താവിന്റെ കേസുകൾ മാത്രം ബാധിക്കാം. വിദ്യാഭ്യാസമില്ലെങ്കിൽ സകല അഭ്യാസങ്ങളും അറിയാതെ ചങ്കൂറ്റുള്ള ഒരു ഭർത്താവ്. പോരാത്തിന് ജാതി ഇല്ലാത്ത മാമോദിസ മുങ്ങി ക്രിസ്ത്യാനിയാവാൻ പോകുന്നു. പിന്നെ എന്താ ഒരു കുറവ്? ചിലപ്പോ നമ്മുടെ കുടുംബക്കാര് ചോദിക്കായിരിക്കും, ചെറുക്കന്റെ അച്ഛൻ നമ്പൂരിയല്ലേ എന്ന്. അതിനും പരിഹാരമുണ്ട്. ഏതായാലും വാവ മാമോദിസ മുങ്ങാൻ പോവുകയല്ലേ. കൂട്ടത്തിൽ അച്ഛൻ നമ്പൂരിയെ കൂടെ മുക്കിയെടുത്താൽ ഒറ്റ ചെലവിൽ കാര്യങ്ങൾ നടക്കും. എന്താ നമ്പൂരിയെ, നമുക്കൊന്നും അങ്ങനെ മുങ്ങി. വേണ്ട, നിങ്ങളുടെ കുടുംബത്ത് വന്ന് കയറിയപ്പോ നീയൊക്കെ എന്താ വിചാരിച്ചത്? നിന്റെയൊക്കെ കളിയാക്കൽ കേട്ട് കുരിശും വെട്ടുകാരും മുട്ടുകുത്തി നിൽക്കുമെന്നാ. എന്നെ നീ ഞോണ്ടിക്കോ, എന്റെ അച്ഛനമ്മേനെ ഞോണ്ടിയാലുണ്ടല്ല മുട്ടുമടക്കി ചങ്കിരി കേട്ട് ഞാൻ. അത് നിന്റെ വീട്ടിലായാലും ശരി, ഏത് കോടതിയിലായാലും ശരി, വാവ ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്തിരിക്കും. എടാടാ, നിന്റെയൊക്കെ കയ്യിലിരിപ്പുണ്ട് ഈ പാവപ്പെട്ട പെണ്ണുങ്ങളെ എന്തിനാടാ വെള്ളസാരി ഉടുപ്പിക്കണത്? എന്റെ പൊന്നു പെങ്ങന്മാരെ, തല്ലും പിടിയും വേണ്ടെന്ന് പറഞ്ഞ് സമാധാന ചർച്ചയ്ക്ക് വന്നതാ ഞങ്ങള്. അപ്പൊ നിങ്ങളുടെ കെട്ടിയവന്മാര് തല്ല് ചൂണ്ടയിട്ട് പിടിച്ചാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ക്ഷമിച്ചുകള, ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ അച്ഛ. എന്റെ ഏട്ടന്മാര് അങ്ങയോട് വളരെ മോശമായി പെരുമാറിയെന്നറിഞ്ഞു. അവർക്ക് വേണ്ടി ഞാൻ... അതൊന്നും സാരല്ല കുട്ടി, അവർക്ക് ഈ കുടുംബത്തോടുള്ള വഴക്ക് തീർന്നിട്ടില്ല. ആ നിലയ്ക്ക് ഞങ്ങൾ അവിടെ വരാൻ പാടില്ലായിരുന്നു. തിരുമേനി പറഞ്ഞത് ശരിയാ. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. അതുകൊണ്ടാ അങ്ങനെ ഒരു ആലോചനയെ കുറിച്ച് ഞാൻ ചിന്തിക്കാതിരുന്നത്. അല്ലാതെ നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഇനിയിപ്പോ തന്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെ മരുമകളാക്കാം എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്റെ വീട്ടുകാരുടെ എതിർപ്പ് ഞാൻ കാര്യാക്കുന്നില്ല. സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള അറിവും അവകാശവും എനിക്കുണ്ട്. എന്റെ ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ? നിന്റെ ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കാൻ നിനക്ക് അവകാശമുള്ളത് പോലെ നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ നിന്റെ കുടുംബക്കാർക്കും അവകാശമുണ്ട്. വലിയ വാചടിക്കാനായിട്ട് വന്നേ. എന്താ ഇങ്ങോട്ട് എവിടേക്കാ? എന്താ? ധ്യാനിക്കണം നിങ്ങളുടെ മോള്. ഞാനൊന്ന് മൂളിയാ മതി, ഏത് നരകത്തിലോട്ട് എന്നോട് വരാൻ ഇവിടെ തയ്യാറാണ്. രജിസ്റ്റർ ഓഫീസിന്റെ വാതിക്കച്ച നിന്നാ മതി, ഞങ്ങളുടെ വിവാഹവും നടത്താം. പക്ഷെ ഞാനത് ചെയ്യണില്ല. രണ്ട് കുടുംബക്കാരുടെയും സമ്മതമില്ലാതെ ഒരു വിവാഹം ഇവിടെ നടക്കണ്ട. അങ്ങനെ നടക്കാത്തതിന്റെ ദുരിതങ്ങൾ ഒരുപാട് അനുഭവിച്ചവനാ ഞാൻ. ഇനി അത് ആവർത്തിക്കണ്ട. എല്ലാവരുടെയും സമ്മതത്തോടുള്ള കൂടിച്ചേരലിലെ ഒരു സുഖമുള്ളൂ, സമാധാനമുള്ളൂ. തന്റെ വീട്ടുകാർക്ക് താല്പര്യമില്ലാതെ വെറുതെ തല്ലിപ്പിടിപ്പിച്ച ഒരു ജീവിതമൊന്നും നമുക്ക് വേണ്ട വക്കീല്. വാവ ഇതുവരെ വാവയ്ക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ഇനി അങ്ങനെയൊക്കെ തന്നെ മതി. മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് മറന്നു കളവക്കില്ലേ. തനിക്ക് നല്ല കിടിലൻ ചെറുക്കനെ ഇവര് കണ്ടുപിടിച്ചു തരും. അതൊരു വക്കീലാണെങ്കിൽ ബെസ്റ്റ്. തനിക്കിപ്പോ എന്റെ കേസ് തന്നെ കൂടിയിട്ട് ഓവർലോഡാ. തന്റെ ചെറുക്കനും കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ രണ്ടുപേർക്കും കൂടെ വീതം വെച്ച് തന്നേക്കാം. അപ്പൊ ഞാൻ പോട്ടെ.
അമ്മേ സർവേശ്വരി, അമ്മേ. ആരാ? വക്കച്ചനാ. അകത്തേക്ക് വരാവോ? വീട്ടിൽ വരുന്നവരെ കുരിശു വീട്ടുകാര് അപമാനിക്കാറില്ല. ധൈര്യമായിട്ട് കയറി വരണം. നിന്ന് ചളുങ്ങാതെ കേറി വാടാ പിള്ളേരെ. വാശി മൂത്ത് കഴിയുമ്പോ ചില ചെറ്റത്തരമൊക്കെ കാണിക്കുമെങ്കിലും ഈ വക്കച്ചന് അത്ര ദുഷ്ടനൊന്നുമല്ല. എന്റെ മോളുടെ കണ്ണു നിറഞ്ഞാൽ അതെനിക്ക് സഹിക്കാനൊക്കത്തില്ല. എന്ന് വെച്ച് ഞാൻ പുണ്യാളാണെന്നും പറഞ്ഞ് നിങ്ങൾ നൊവേനയൊന്നും വേണ്ട. അത്യാവശ്യം വാശിയും വൈരാഗ്യവും ഒക്കെ കുരിശു വീട്ടുകാരോട് കാണിച്ചിട്ടുള്ള ആള് തന്നെയാ വക്കച്ചൻ. എന്നാലും എന്റെ മോൾ ഇവിടുത്തെ വക്കീലായിട്ട് ജോലി ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ എതിരെ നിന്നിട്ടില്ല. എന്താ കാര്യം? അവളുടെ ഇഷ്ടവും അഭിപ്രായവും ഞാൻ മാനിക്കുന്നതുകൊണ്ട്. അല്ലാണ്ട് പിന്നെന്താ? അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന ആലോചനയുടെ കാര്യത്തിലും എന്റെ മോളുടെ ഇഷ്ടത്തെ ഞങ്ങൾ മാനിക്കുകയാണ്. എന്താ മനസ്സിലായില്ലേ? എടോ, നിങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾക്ക് സമ്മതമാണെന്ന്. പിന്നെ എന്റെ മോളെ കല്യാണം കഴിക്കുന്നവൻ ഒരു ക്രിസ്ത്യാനിയായിരിക്കണമെന്നൊരൊറ്റ നിർബന്ധമേ എനിക്കുള്ളൂ. ഇയാള് മാമോദിസ മുങ്ങുന്നതോടെ ആ പ്രശ്നത്തിനും പരിഹാരമായി. പിന്നെ ഞാൻ എന്തിനാ വെറുതെ എന്റെ മോളെ ഇഷ്ടത്തിന് എതിര് നിൽക്കുന്നത്, അല്ലേ? ആ നീയൊക്കെ എന്നോട് പിള്ളേരെ ഒരുമാതിരി കഷായം കുടിച്ച പോലെ നിൽക്കുന്നത്. എടാ, ഇയാള് നിന്റെയൊക്കെ അളിയനായിട്ട് വന്നാൽ നീയൊന്നും പിന്നെ ഇടികൊള്ളണ്ടല്ലോ. അതോർത്തൊന്ന് സന്തോഷിക്കേ. പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയവരോട് മര്യാദയില്ലാതെ പെരുമാറിയതിന് പോയൊരു സോറി പറഞ്ഞ് മാപ്പ് പറ. കള്ളിന്റെ പുറത്ത് ഞങ്ങള് ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ഒന്നും മനസ്സിൽ വെക്കരുത്. ഹേയ്, അതൊക്കെ ഞങ്ങൾ അപ്പോഴേ മറന്നില്ലേ. സത്യം പറഞ്ഞ ഇപ്പൊ വലിയ സന്തോഷായി. ഇനിയൊക്കെ മംഗളായിട്ട് നടന്നോളൂ. ആ അപ്പൊ അടുത്ത ആഴ്ച വാവയുടെ മാമോദിസ, പിന്നെ പള്ളിപ്പെരുന്നാള്, അത് കഴിഞ്ഞ ഉടനടി കല്യാണം. എന്താ സമ്മതമല്ലേ? പ്രാർത്ഥന കഴിഞ്ഞതല്ലേ, വക്കച്ചായന് സ്തുതി കൊടുക്കുവാവേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും തമ്പുരാന് സ്തുതിയായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്താ വാവച്ചി മഴ? ഇപ്പൊ ഈ മാമോദിസ കഴിഞ്ഞപ്പോ നിന്റെ കാര്യം ഓർത്തേ. അതെ അച്ചോ, നാളെ വാവച്ചിന് മാമോദിസല്ലേ, അത് കാരണം വാവച്ചിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. എടാ, മാമോദിസക്ക് ഇതാണ് ടെൻഷൻ എങ്കിൽ കല്യാണത്തിന് എന്തായിരിക്കും? എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും അച്ചു? കൈതവിളപ്പിലെ കൊച്ചന്നമ്മച്ചേർത്തിയല്ലേ എന്റെ തലതൊട്ട മേഘം പോണം. അവർക്കാണെങ്കിൽ 75 പ്രഷറും ഉണ്ട്. അച്ഛൻ എന്റെ തലയിൽ വെള്ളം ഒഴിക്കുമ്പോ അവരെന്നെ ഇങ്ങനെ എടുത്തോണ്ട് നിക്കണ്ടേ? നമുക്ക് 2 ലോഡുകാരെ ഏർപ്പാട് ചെയ്താലോ? വെറുതെ അല്ല നിന്നെ പോത്താന്ന് വിളിക്കുന്നത്. എടാ, അഡൾട്ട് ബാപ്റ്റിസത്തിന് എടുത്തോണ്ട് നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ വാവച്ചിനെ പിയേഴ്സ് സോപ്പിട്ട് കുളിപ്പിച്ചിട്ട് കൊച്ചു പിള്ളേരെ പോലെ സ്നഗ്യൊന്നും ഉടുപ്പിച്ച് നിർത്തേണ്ട ആവശ്യമില്ലാന്ന്. വേണമെങ്കിൽ കൊടുത്തോ, പക്ഷെ അതിന്റെ മീതെ ഒരു മുണ്ടും കൂടി കൊടുത്തേക്കണം. ഇവൻ അതിലും വലിയ പോത്തൻ. എടാ, നീ സാധാരണ വേഷത്തിൽ നാളെ ഇങ്ങോട്ട് വന്നാൽ മതി. മറ്റൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എല്ലാം മംഗളായിട്ട് നടക്കും. ആ വാവച്ചു കിട്ടോട്ടെ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. എന്റെ കുട്ടികളെ, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. ഞാൻ എത്ര വട്ടം പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോരൂ ഇങ്ങോട്ട് പോരൂന്ന്. വക്കീലിന് മനസ്സിലായോ ആരൊക്കെയാണെന്ന്? നിങ്ങളുടെ കാര്യം പറയാനേ തിരുമേനിക്ക് നേരമുള്ളൂ. ഏതായാലും ഇനി ഇവിടുന്ന് നിങ്ങളെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. എന്താണോ പഠിക്കുന്നത്, സുഖല്ലേ? ഓ, ഇപ്പഴാ ഒരു സുഖായേ. തിരുമേനി, ഞങ്ങളിങ്ങോട്ട് പെട്ടെന്ന് പോകുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഇന്ന് വൈകിട്ട് ഒരു കച്ചേരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് മറന്നു കിടക്കായിരുന്നു.
ഇന്ന് കമ്മിറ്റിക്കാർ ഫോൺ ചെയ്തപ്പോഴാ ഓർത്തത്. എന്താ ശിവ, ഈ മാസം കച്ചേരി ഒന്നും ബുക്ക്